ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കാം. എന്തൊക്കെയാണെന്ന് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ല് ഇല്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞളും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമ്മളിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിനുള്ള മസാലകൾ തയ്യാറാക്കാം. ഞാൻ 2 സവാള സ്ലൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ചൂടായ പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചേർത്ത് കൊടുത്തു. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന ബാറ്റർ തയ്യാറാക്കി വെക്കാം. ഒരു 1/2 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്തത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് ഈ മൈദപ്പൊടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഏകദേശം ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് നന്നായി വരണ്ട് വന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ചതിൻ്റെ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാനിത് നോൺ സ്റ്റിക്ക് പാത്രമല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ അടിയിൽ പിടിക്കുന്നതുകൊണ്ടാണ് ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നമ്മളെ കൂട്ട് നന്നായി ഒന്ന് വരണ്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൊരിയുന്നത് വരെ നമ്മളിങ്ങനെ വഴറ്റി എടുക്കണം. കുറച്ച് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം, വെളിച്ചെണ്ണ. എന്നാൽ മാത്രമേ നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടുകയുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചുകൂടി എണ്ണ ചേർത്ത് കൊടുത്ത് ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഉള്ളിയും അതുപോലെ ചിക്കൻ്റെ മിക്സും ഒക്കെ ചേർത്തിട്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ കൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നതിൽ നല്ല ഫ്രൈ ആയി ബ്രൗൺ കളറായി വന്നു. ഇത് പാത്രത്തിന് കുറച്ച് അടിക്ക് പിടിക്കുന്നുണ്ട്, നോൺ സ്റ്റിക്ക് അല്ലാത്തതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഞാൻ ആദ്യം ഉള്ളിക്ക് ഉപ്പ് ചേർത്തത് കുറഞ്ഞു പോയി, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദ കുഴച്ച് വെച്ച മാവ് ഇതുപോലെ കുറച്ച് പൊടിയിട്ടിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതൊരു ഷേപ്പ് ആക്കാൻ വേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുകയാണ്.
ഇതുപോലെ മുറിച്ച് എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ മുറിച്ച് റൗണ്ടാക്കി ഒരു ഷേപ്പിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ മുറിച്ചെടുത്തു. ബാക്കിയുള്ള കഷ്ണങ്ങളും ഒക്കെ ബാക്കിയുള്ള മാവും കൂടി ഇതുപോലെ ആക്കിയെടുക്കണം. ബാക്കി എല്ലാം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂണായിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ അറ്റഭാഗം അരുഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എന്നിട്ടൊന്ന് കുറച്ചിങ്ങനെ ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്താൽ നമ്മളെ സ്നാക്സിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇതിൻ്റെ അച്ച് ഒക്കെയുണ്ട്. അത് എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ നിങ്ങൾ സമയം ഉള്ളപ്പോൾ ഇതുപോലെ ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്തൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഈ ചിക്കൻ മിക്സ് കോരി വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പൊട്ടി പുറത്തൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയും പിന്നെ ഒരു ഷേപ്പിനും കാണാനൊരു ഭംഗിക്കും വേണ്ടിയാണ് ഇതുപോലെ ഇതിൻ്റെ അരിക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ച അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് പല സ്ഥലത്ത് പല പേരുകൾ പറയുന്നുണ്ട്. ഇവിടെ കോഴിയട, അതുപോലെ ചിക്കൻ അട എന്നൊക്കെ പറയും. ഇത് കണ്ണൂരുകാരുടെ പ്രിയപ്പെട്ട ഒരു സ്നാക്സാണ്. ഈ നോമ്പ് തുറ കാലത്തൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയായത് കാരണം തന്നെ കുറച്ച് ഒഴിച്ച് നമുക്കിത് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഒരു ഭാഗം ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറണ്ട് പോയി. നല്ല കാറ്റ് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ലൈറ്റൊക്കെ കുറഞ്ഞു പോയി. ഒരു സൈഡ് നന്നായി ബ്രൗൺ കളറായതിന് ശേഷം മറ്റേ സൈഡും കൂടി ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്ത് ബ്രൗൺ കളറായാൽ നമുക്ക് ഈ എണ്ണയിൽ നിന്നിത് കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. ഞാൻ ബാക്കി അട കൂടി ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഴിയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം ചുട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല ക്രിസ്പിയാണ്. സൂപ്പറാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ബൈ ബൈ.